ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പാർട്ട് 6ലേക്ക് കടക്കുകയാണ്. പാർട്ട് 6ൽ നമ്മൾ കോമ്പിനേഷനിലെ അടുത്ത പ്രോബ്ലം സെറ്റാണ്. നമ്മൾ 2 പ്രോബ്ലം സെറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. കോമ്പിനേഷൻസിലെ മൂന്നാമത്തെ പ്രോബ്ലം സെറ്റാണ്. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഇൻ ഹൗ മെനി വേസ് can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? ഇതാണ് ക്വസ്റ്റ്യൻ. ഓഗസ്റ്റ് 2009 ചോദിച്ചതാണ്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 3 boys and 3 girls be selected from 5 boys and 4 girls? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെ രീതിയിൽ 3 ബോയ്സും 3 ഗേൾസും ഇൻവോൾവ് ചെയ്ത ഒരു ടീം, ഇത് രണ്ടും ഇൻവോൾവ് ചെയ്തത് 3 ബോയ്സും 3 ഗേൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യണം ഫ്രം 5 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സെലക്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 3 ബോയ്സ് സെലക്ട് ചെയ്യുന്നത് എത്ര ബോയ്സിൽ നിന്നാണ്? 5 ബോയ്സിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് 5C3 വേസിൽ നടത്താം. ആൻഡ് ആണ്, അപ്പം ഇൻറ്റു വരും അല്ലേ. 3 ഗേൾസ് ഫ്രം 4 ഗേൾസിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ നടത്താം? 4C3 വേസിൽ നടത്താം. അപ്പോൾ 3 ബോയ്സ് ആൻഡ് 3 ഗേൾസിൻ്റെ സെലക്ഷൻ നമുക്ക് ഏത് രീതിയിൽ നടത്താം? ഒന്ന് 5C3 ഇൻറ്റു 4C3 വേസിൽ നമുക്ക് നടത്താം അല്ലേ. അതല്ലേ സെലക്ഷൻ. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതിയാൽ മതി. നമുക്ക് എന്താ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എഴുതാം കേട്ടോ. നമ്മൾ 3 ബോയ്സും 3 ഗേൾസും ഇൻവോൾവ് ചെയ്ത ഒരു ടീമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെലക്ഷൻ നമുക്ക് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് മാത്രം എഴുതിയാലും മതി. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ ഈക്വൽ ടു 3 ബോയ്സ് ഫ്രം 5 ബോയ്സിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 5C3 ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു 3 ഗേൾസ് ഫ്രം 4 ഗേൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 4C3. ഇത് ക്രിയേറ്റ് ചെയ്താൽ ആൻസറായി. 5C3 എന്താ കിട്ടുക? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലേ. 5C3 എന്ന് പറഞ്ഞാൽ 5 ഉൾപ്പെടെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 3 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡഡ് ബൈ 3 ആയതുകൊണ്ട് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4C3 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 ഇൻറ്റു 2 4 ഉൾപ്പെടെ 4ൻ്റെ തൊട്ട് മുമ്പത്തെ 3 ടേംസ് ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇത് ക്രിയേറ്റ് ചെയ്താൽ ആൻസറായി. നമുക്ക് 3 ക്യാൻസൽ, 2 4 അല്ലേ. പിന്നെ 2ഉം 2ഉം 3ഉം 3ഉം അവിടെ 4 മാത്രമേ വരുള്ളൂ. ഇവിടെയോ 10 ആണ് വരിക. അപ്പം 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 40 വേസിൽ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ. അതായത് 3 ബോയ്സും 3 ഗേൾസും ഇൻവോൾവ് ചെയ്ത സെലക്ഷൻ നമുക്ക് എത്ര രീതിയിൽ നടത്താം? 40 വേസിൽ നടത്താം. Second question, a committee of 7 has to be formed from 9 boys and 4 girls. In how many ways this can be done when the committee consists of 1. Exactly 3 girls. Second question, at least 3 girls. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? A committee of 7 has to be formed. അതായത് 7 ആൾക്കാർ ഇൻവോൾവ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. മൊത്തം എത്ര ആൾക്കാരുണ്ട്? ഫ്രം 9 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. അതായത് 9 ബോയ്സും ആൻഡ് 4 ഗേൾസിൽ നിന്നും നമുക്ക് 7 പേഴ്സൺസ്, ഇന്ന ബോയ്സ് ഗേൾസ് എന്നൊന്നും ഇവിടെ പറയുന്നില്ല, 9 പേഴ്സൺസ് ഇൻവോൾവ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഇൻ ഹൗ മെനി, അത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആക്ച്വലി അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം എഴുതാം. 7 ആൾക്കാരാണ് ഇൻവോൾവ് ചെയ്ത കമ്മിറ്റിയാണ്. അപ്പോൾ C7 ആണ്. അപ്പോൾ മൊത്തം എത്ര ആൾക്കാരാ? 9 4 ഗേൾസ്. അപ്പോൾ ബോയ്സിനും പേഴ്സൺസിനെ പറയുന്നുള്ളൂ, ബോയ്സ് എന്നോ ഗേൾസ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ മൊത്തം 9 4 13 ആൾക്കാരുണ്ട്. 13 ആൾക്കാരിൽ നിന്ന് നമുക്ക് 7 ആൾക്കാരെ
സെലക്ട് ചെയ്യണം ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. ഇത് അങ്ങനെയാണ് എഴുതുക. പക്ഷെ ഇവിടെ അത് ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ വെൻ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 1 എക്സാക്ട്ലി 3 ഗേൾസ്. അതാണ് ക്വസ്റ്റ്യൻ ഒന്നാമത്തത്. എന്താണ് അതിൽ ഒരു കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 7 പേഴ്സൺസ് ഇൻവോൾവ് ചെയ്ത കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ എക്സാക്ട്ലി 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 3 ഗേൾസ് വേണം. അപ്പോൾ ഉള്ള ചാൻസ് എന്തായിരിക്കും? മൊത്തം 7 ആൾക്കാരല്ലേ, അതിൽ ആ കമ്മിറ്റിയിൽ കൃത്യമായിട്ട് 3 ഗേൾസ് വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ 3 ഗേൾസ് ആൻഡ് ബാക്കി എത്ര? മൊത്തം 7 ആൾക്കാരല്ലേ. അപ്പോൾ ബാക്കി എത്ര ബോയ്സ് വേണ്ടി വരും? 3 ഗേൾസ് വേണമെന്ന് നിർബന്ധമാണ്. അതിൽ കൂടാനോ കുറയാനോ പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? 4 ബോയ്സ് ആയിരിക്കും. കാരണം നമുക്ക് 7 ആൾക്കാർ ഇൻവോൾവ് ചെയ്ത കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ 3 ഗേൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ഏത് രീതിയിൽ നമുക്ക് നടത്താം? 3 ഗേൾസ് ഫ്രം 4 ഗേൾസ് ആണ്. therefore 4C3 ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു 4 ബോയ്സ് ഫ്രം എത്ര ബോയ്സിൽ നിന്നാണ്? 4 ബോയ്സ് 9 ബോയ്സിൽ നിന്ന്. അപ്പോൾ 9C4 എന്നാ വരിക. ഇതാണ് ആൻസർ. ഇത്രയും രീതിയിൽ നമുക്ക് ആ സെലക്ഷൻ നടത്താൻ പറ്റും. ഇത് എക്സാക്ട്ലി 3 ഗേൾസ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് ദി കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് exactly 3 girls. Committee consisting of exactly 3 girls equal to നമുക്ക് എങ്ങനെ എഴുതാം? 3 ഗേൾസ് ഉള്ളത് 4C3 ഇൻറ്റു 9C4 ഇങ്ങനെയാട്ടെ. 9 ബോയ്സിൽ നിന്ന് 4 ബോയ്സ് അല്ലേ. ഇത് ക്രിയേറ്റ് ചെയ്ത് കാണാം. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 9C4 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അങ്ങനെയല്ലേ വരിക. ഇനി ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇതാ 2ഉം 3ഉം. പിന്നെ ഇവിടെ ക്യാൻസൽ ചെയ്യേണ്ടത് ഇതാ 4ഉം 8ഉം 2 വരും. 2ഉം 2ഉം ക്യാൻസൽഡ് ശരിയല്ലേ. 3ഉം 6ഉം അതെന്തായി? 2 ആയി മാറി. ആക്ച്വലി ഡിനോമിനേറ്റർ 1 ആയി മാറി. ഇവിടെ ഫുള്ള് എന്തായി? 4 കിട്ടി. 4 ഇൻറ്റു ഇവിടെയോ 126 എന്ന് കിട്ടും അല്ലേ. 126 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 504 എന്ന് കിട്ടും. 504 വേസ്. അത്ര രീതിയിൽ നമുക്ക് എക്സാക്ട്ലി 3 ഗേൾസ് ആയിട്ടുള്ള സെലക്ഷൻ നടത്താൻ പറ്റും. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എ കമ്മിറ്റി ഓഫ് 7 persons has to be formed from 9 boys and 4 girls. In how many ways this can be done when the committee consists of at least 3 girls? കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് ആണെങ്കിൽ ആ സെലക്ഷൻ എങ്ങനെ നടത്താൻ പറ്റും? അതിൽ നമ്മൾ 7 ആൾക്കാർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് ആയിരിക്കും. എന്താ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്? അതുപോലെ തന്നെ അറ്റ്മോസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? ഈ അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും നമ്മുടെ മാത്തമെറ്റിക്സിൻ്റെ കൂടപ്പിറപ്പാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക മിനിമം 3 പിന്നെ അതിൽ കൂടാം. ഓക്കെ. ഏറ്റവും ചെറുത് അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറുത് 3 അതിൽ കൂടാം. അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞാലോ അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ മാക്സിമം 3 അതിൽ കുറയാം. ശരി, ഇതാണ് അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 മിനിമം 3 അതിൽ കൂടാം. ഓക്കെ. അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ മാക്സിമം 3 അതിൽ കുറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 മനസ്സിലാക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ മിനിമം 3 അതിൽ കൂടാം. അറ്റ്മോസ്റ്റ് 3 എന്നാൽ മാക്സിമം 3 അതിൽ കുറയാം. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്.
അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് ഇൻവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സെലക്ഷനാണ് കാണേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്മിറ്റിയല്ലേ ഉണ്ടാക്കുന്നത്, 7 ആൾക്കാർ ഇൻവോൾവ് ചെയ്തത്. അപ്പോൾ ആ 7 ആൾക്കാരിൽ നമുക്ക് 7 പേഴ്സൺസ് ഇൻവോൾവ് ചെയ്ത കമ്മിറ്റിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ഗേൾസ്, അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ മിനിമം 3 ഗേൾസ് ആവാം, അതിൽ കൂടാം. മാക്സിമം എത്ര വരാറുള്ളൂ? കാരണം മൊത്തം 4 ഗേൾസേ ഉള്ളൂ അല്ലേ. അപ്പോൾ 3 ഗേൾസും ആവാം, അല്ലെങ്കിലോ 4 ഗേൾസും ആവാം അല്ലേ, അല്ലെങ്കിൽ 4 ഗേൾസും ആവാം. 5 ടു കാരണം അവിടെ അവൈലബിൾ അല്ലല്ലോ, മൊത്തം 4 ഗേളേ ഉള്ളൂ. അപ്പോൾ 3 ഗേൾസും ആവാം, അല്ലെങ്കിലോ 4 ഗേൾസും ആവാം. ഈ 3 ഗേൾസ് ആണെങ്കിൽ ഇവിടെ എഴുതാം, 3 ഗേൾസ് ആണെങ്കിൽ 3 ഗേൾസ് ആണെങ്കിൽ ബാക്കി എത്ര ബോയ്സ് ആയിരിക്കും? 4 ബോയ്സ് അല്ലേ. അപ്പോൾ അതാണ് ഒരു സെലക്ഷൻ. അല്ലെങ്കിലോ ഇങ്ങനെ, അല്ലെങ്കിലോ പിന്നെയും ചാൻസ് ഉണ്ടല്ലോ. കാരണം എന്താ, 4 ഗേൾസും വരാം, മാക്സിമം 4 ആണ്. 4 ഗേൾസ് വരാം. ആൻഡ് 4 ഗേൾസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ബോയ്സ് വേണ്ടി വരും? 3 ബോയ്സ് വേണ്ടി വരും. 3 ബോയ്സ് വേണ്ടി വരും. ശരിയല്ലേ? ഇനിയുണ്ടോ ചാൻസ്? ഇനിയില്ല. കാരണം അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ മിനിമം 3 ആവാം, അതിൽ കൂടാം. അപ്പം കൂടുക എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണ്? 4 ഗേൾസ് അല്ലേ ഉള്ളൂ. അപ്പം ഇതാണ് ചാൻസ്, 3 ഗേൾസ് ആൻഡ് 4 ബോയ്സ്, ഓർ ഇതല്ലെങ്കിൽ 4 ഗേൾസ് ആൻഡ് 3 ബോയ്സ്. ഇതെങ്ങനെ നമുക്ക് നടത്താൻ പറ്റും? 3 ഗേൾസ് ഫ്രം എത്ര ഗേൾസിൽ നിന്നാണ്? 4 ഗേൾസിൽ നിന്ന്. അപ്പോൾ ഇത് 4C3 വരും. ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു, പിന്നെ 4 ബോയ്സ് എത്ര ബോയ്സിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? 9 ബോയ്സിൽ നിന്ന്, 9C4. ഇത് ക്രിയേറ്റ് ചെയ്താൽ ഇതിൻ്റെ ആൻസറായി. ഇവിടെയോ, ഇവിടെ നമുക്ക് 4 ഗേൾസ് എത്ര ഗേൾസിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? 4 ഗേൾസിൽ നിന്ന് തന്നെയാണ്. 4C4 ഇൻറ്റു 3 ബോയ്സ് എത്ര ബോയ്സിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? 3 ബോയ്സ് 9 ബോയ്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 9C3 എന്ന് എഴുതാം. ഇത് ക്രിയേറ്റ് ചെയ്താൽ ആൻസറായി. ഓറാണ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ 3 ഓറ് എന്തിനാണ്? അതായത് ഇവിടെ ചാൻസ് ഒന്നുമില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇതാണ് ചാൻസ്. ഓറാണ്. ഓർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്ലസിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ വഴിയായിട്ട് എഴുതിയിട്ട് പോവാം. ഹെൻസ് ദി കമ്മിറ്റി consists of at least 3 girls. Consists of at least 3 girls. Hence the committee consists of at least 3 girls is equal to, ആ സെലക്ഷൻ എങ്ങനെ വരിക? 3 ഗേൾസ് ആണെങ്കിൽ 3 ഗേൾസും 4 ബോയ്സും. അപ്പം 3 ഗേൾസ് എത്ര ഗേൾസിൽ നിന്നാണ്? 4 ഗേൾസിൽ നിന്ന്. 4C3 ഇൻറ്റു, പിന്നെ ആക്ച്വലി ബോയ്സിൻ്റെ സെലക്ഷൻ 3 ഗേൾസ് ആണെങ്കിൽ ബാക്കി 4 ബോയ്സ് ആയിരിക്കും. ബോയ്സ് 9 ബോയ്സിൽ നിന്നാണ്. 9 ബോയ്സിൽ നിന്നാണ് സെലക്ഷൻ. 4 ബോയ്സ്. ഓറാണ് അല്ലേ. ഇതല്ലെങ്കിൽ 4 ഗേൾസ് ഫ്രം 4 ഗേൾസിൽ നിന്നാണ്. 4C4 ഇൻറ്റു, അപ്പം 4 എണ്ണമായി. ഇനി 7 എണ്ണം വേണ്ടത്. അപ്പം 3 ബോയ്സാണ് ആവശ്യം. 9 ബോയ്സിൽ നിന്ന് 3 ബോയ്സും സെലക്ട് ചെയ്യാം. ഇത് ഓറാണ്. നമ്മൾ ഇതിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്ലസിനെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ആൻസറായി. 4C3ൻ്റെ വില കാണും. എന്താണ് 4C3 ഇൻറ്റു 9C4? നമ്മളിതിൻ്റെ തൊട്ട് മുമ്പത്തെ ആൻസറാണ് 4C3 ഇൻറ്റു 9C4. അതെത്രയായിരുന്നു? 504. 504 പ്ലസ് 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് NCN എന്താണ്? NCN 1 ആണ് അല്ലേ. അതുപോലെ 4C4 എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 9C3. 1 ഇൻറ്റു 9C3 എന്ന് പറഞ്ഞാൽ 9C3 നമുക്ക് കാണണം
9 6 എങ്ങനെയാണ് 9 into 8 into 7 divided by 1 into 2 into 3. ഇത് ക്രിയേറ്റ് ചെയ്താൽ ആൻസർ ആയി. then 3 9 ക്യാൻസൽ, then 3 വരും, then 2ഉം 8ഉം 4 വരും. ആൻസർ 504 പ്ലസ് ഇത് ക്രിയേറ്റ് ചെയ്യുക, എത്ര കിട്ടും? 84 എന്ന് കിട്ടും. ആൻസർ 588 എന്ന് കിട്ടും. എന്താ കിട്ടുക? 588 എന്ന് കിട്ടും അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത പ്രോബ്ലം, തേർഡ് പ്രോബ്ലം. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? ഇത് മാർച്ച് 2014 ചോദിച്ചിട്ടുണ്ട്. പല വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ മെനി കോഡ്സ്, എത്ര ഞാണുകൾ, ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? ഒരു സർക്കിളിൽ ഇങ്ങനെ 21 പോയിന്റ്സ് ഉണ്ട്. ഇങ്ങനെ 21 പോയിന്റ്സ് ഉണ്ട്. അപ്പം 21 പോയിന്റ്സിൽ കൂടെ എത്ര ഞാണുകൾ വരയ്ക്കാൻ കഴിയുമെന്ന് എണ്ണം, ഞാണുകളുടെ എണ്ണം കാണണം. എങ്ങനെ നമുക്ക് കാണാം? എന്താണ് ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ഞാണ് എന്ന് പറയുന്നത്? സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റ് ആണ് എന്ത്? കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പോയിന്റ്സ് ആവശ്യമാണ് അല്ലേ? അങ്ങനെ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇതൊക്കെ കോഡാണ് അല്ലേ? ശരിയല്ലേ? 2 പോയിന്റ്സ് തമ്മിൽ വരയ്ക്കുന്ന ആ ലൈൻ സെഗ്മെന്റ് ആണ് കോഡ്. അപ്പോൾ ഈ 21 പോയിന്റിൽ കൂടി എത്ര കോഡ്സ് വരയ്ക്കാൻ കഴിയും എന്നാണ്. മൊത്തം 21 പോയിന്റ്സ് ആണ്. പിന്നെ ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് വേണ്ടേ? അപ്പോൾ 21C2 കോഡ്സ് വരയ്ക്കാൻ കഴിയും. എത്രയാണ്? 21C2. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതാം. നമ്പർ ഓഫ് കോഡ്സ് ഈക്വൽ ടു 21C2. ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ 21C2 ആണ്? ആ 21 അതിൻ്റെ മുമ്പത്തെ ഒന്നും കൂടി വരും അല്ലേ? 20 ഡിവൈഡഡ് ബൈ 1 into 2. 220 ക്യാൻസൽഡ്, 10 വരും. 21 into 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 210. അതായത് കോഡ്സിൻ്റെ എണ്ണം 210 ആണ്. ഓക്കെ, ഈ 21 മാറ്റിയിട്ട് വേറെ പല സംഖ്യകളാക്കിയിട്ട് ഈ പ്രോബ്ലം തന്നെ മാറ്റാറുണ്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ 21 പോയിന്റ്സ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സംഖ്യകൾ വെച്ചിട്ടും ഈ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അടുത്ത പ്രോബ്ലം, ഫോർത്ത് പ്രോബ്ലം. എ പോളിഗൺ ഹാസ് 12 vertices lying on a circle. Find the number of diagonals. ഒക്ടോബർ 2011 ചോദിച്ചതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ ബഹുഭുജത്തിന് 12 vertices ഉണ്ട്. ആ 12 verticesഉം ലൈയിങ് ഓൺ എ സർക്കിൾ, കിടക്കുന്നത് ഒരു സർക്കിളിലാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ 12 vertices ഉണ്ട്. 12 verticesഉം കിടക്കുന്നത് ഏതിലാണ്? സർക്കിളിലാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡയഗണൽസ്. എങ്കിൽ നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ എണ്ണം കാണണം. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം 12 vertices ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചാൽ നമുക്കതൊരു ബഹുഭുജമായി മാറി അല്ലേ? ഇങ്ങനെ വരച്ചാൽ റഫായിട്ടാണ് വരക്കുന്നത്. ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. 12 ഇല്ല അതിൽ. 1 2 3 4 5 6 7 8 9 10 11 1 2 3 4 5 6 7 8 9 10 11. ഒന്നും കൂടെ ഇവിടെ ചേർക്കാം. ഇതാണ് അടുത്തത്. ഇതാണ് വിചാരിക്കുക. അടുത്തത് ഇതാണ്. ഇങ്ങനെ 12 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 12 vertices ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്കത് എന്തായി? ഒരു പോളിഗണായി മാറി. ഓക്കെ, ഇതാണ് പോളിഗണായി മാറി ഇങ്ങനെ. അപ്പോൾ 12 vertices ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോളിഗണ് 12 സൈഡ്സ് ഉണ്ടാവും. വേണ്ടി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. 1 2 3 4 5 6 7 8 9 10 11 12. ശരിയല്ലേ? അപ്പോൾ 12 vertices ഉണ്ടെങ്കിൽ അതിന് 12 സൈഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കറിയാം ആക്ച്വലി ഇത് ലൈൻ സെഗ്മെൻറ്റ്സ് ആണ് അല്ലേ? ഇപ്പോൾ നമുക്ക് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഡയഗണൽസ് ആണ്. ഡയഗണൽസ് എങ്ങനെയൊക്കെ വരക്കാം? ഇങ്ങനെയൊക്കെ വരക്കാം അല്ലേ?
ഇങ്ങനെ വരക്കുക, ഇങ്ങനെ വരക്കുക, അതൊക്കെ എന്താണ്? ഡയഗണൽസ് ആണ്. ഇങ്ങനെ എത്ര ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മൊത്തം ലൈൻ സെഗ്മെൻറ്റ്സ് കാണാം. അതായത് ഈ ഒരു പോളികളിൽ എത്ര ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം മൊത്തം 12 വെർട്ടീസസ് ആണ്. ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ 2 പോയിന്റ്സ് വേണ്ടേ? അപ്പോൾ 12C2 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടാവും മൊത്തം. പക്ഷെ അതിൽ ഈ സൈഡ്സും പെടും, ഡയഗണൽസും ഒക്കെ പെടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് 12C2 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ 12C2ൽ നിന്ന് ആ ഒരു 12 സൈഡ്സ് ഉണ്ടല്ലോ, ഈ സൈഡ്സ് ആണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയഗണൽസിൻ്റെ എണ്ണം കിട്ടും അല്ലേ? ഈ വശങ്ങളാണ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണൽസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 12C2 മൈനസ് 12 ചെയ്താൽ നമുക്ക് ഡയഗണൽസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്കിവിടെ നിന്ന് എഴുതാം. എന്തെഴുതാം? ലൈൻ സെഗ്മെൻറ്റ് 12 വെർട്ടീസസ് ആണ്. ആ 12 വെർട്ടീസസ് കൊണ്ട് നമുക്ക് എത്ര ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും? 12C2. ആക്ച്വലി 12 വെർട്ടീസസ് ആണെങ്കിൽ 12 വെർട്ടീസസ് ആണെങ്കിൽ അതിന് 12 സൈഡ്സ് ഉണ്ടാവും. ഓക്കെ, ആ പോളിഗണ് 12 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ 12C2ൽ നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡയഗണൽസ് ആയി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം, സിൻസ് ദർ ആർ 12 vertices, then the polygon has 12 sides. 12 sides. ആ സൈഡ്സ് ആണ് കുറച്ചാൽ മതി ഡയഗണൽസിൻ്റെ എണ്ണം കാണാൻ. ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ്, എത്ര ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും? ലൈൻ സെഗ്മെൻറ്റ്സ് ഈക്വൽ ടു 12 പോയിന്റ്സിൽ എത്ര ലൈൻ സെഗ്മെൻറ്റ്? ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് വേണ്ടേ? 12C2 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എഴുതാം ദി ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ്. ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് ഈക്വൽ ടു 12C2 മൈനസ് 12. ആ വശങ്ങളാണ് കുറച്ചാൽ മതി, സൈഡ്സ് അല്ലേ? ആക്ച്വലി 12C2 എങ്ങനെയാണ്? 12 × 11 ഡിവൈഡഡ് ബൈ 1 × 2 മൈനസ് 12 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് വെട്ടിച്ചെറുതാക്കാം. 2ഉം 12ഉം 6, ഇത് 66 വരും. 66 മൈനസ് 12 എന്ന് വരും അല്ലേ? 66ൽ നിന്ന് 12 കുറച്ചാൽ എത്രയാണ്? എത്ര വരും? 66ൽ നിന്ന് 54 അല്ലേ? ആക്ച്വലി 54 ഡയഗണൽസ് ഉണ്ടാവുന്നു കേട്ടോ. 54 ഡയഗണൽസ് നമുക്ക് വരക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അടുത്ത 5th ക്വസ്റ്റ്യൻ ആണ്. എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected from lot. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2009, 2010, 2014 ഒക്കെ ചോദിച്ചതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബാഗിൽ അല്ലേ, എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. എന്താണ്? 6 red balls. 5 black balls ഉണ്ട്, അതേപോലെ തന്നെ 6 red balls ഉണ്ട്. Determine the number of ways in which 2 black and 3 red balls can be selected from lot. ഇതിൽ നിന്നും നമുക്ക് 2 ബ്ലാക്ക് ബോൾസും അതുപോലെ 3 ബ്ലാക്ക് ബോൾസും സെലക്ട് ചെയ്യണം. രണ്ടും സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ സെലക്ഷൻ നടത്താം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 5 ബ്ലാക്ക് ബോൾസിൽ നിന്നാണ് 2 ബ്ലാക്ക് ബോൾസ്. അത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 5 ബ്ലാക്ക് ബോൾസിൽ നിന്ന് 2 ബ്ലാക്ക് ബോൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം? 5C2 വേസ്. ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു, പിന്നെ 2 ബ്ലാക്ക് ആയി അല്ലേ? അപ്പോൾ 3 റെഡ് ബോൾസ് ഫ്രം 6 റെഡ് ബോൾസ്. അതെങ്ങനെ നമുക്ക് നടത്താം? 6C3. ഇതാണ് ആൻസർ. ഇത്രേ എഴുതാനുള്ളൂ. ഇനി നമുക്ക് നേരിട്ട് എഴുതാം. എങ്ങനെ എഴുതാം?
ഡിറ്റർമിൻ ദി ടോട്ടൽ നമ്പർ ഓഫ് വേസ് അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Therefore total number of ways of selection of നിങ്ങൾ വേർഡ്സിലാണ് എഴുതിയാൽ മതി മനസ്സിലാക്കുന്ന രീതിയിൽ. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഓഫ് 2 black and 3 red balls and 3 red balls from 5 black and 6 red balls. 5 black and 6 red balls. ഇനി ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല, നേരെ എന്തെഴുതിയാലും മതി, ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് എഴുതിയാലും മതി. ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 5 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക്, ദാറ്റ് ഈസ് 5C2 ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു 3 റെഡ് ബോൾസ് ഫ്രം 6 റെഡ് ബോൾസ് 6C3 വേസ്. ഇതാണ് ഇത് ക്രിയേറ്റ് ചെയ്യാം. 5C2 എങ്ങനെയാ? 5 into 4 divided by 1 into 2 into 6C3 6 into C3 എങ്ങനെയാണ്? 6C3 6 into 5 into 6 ഉൾപ്പെടെ അതിൻ്റെ മുമ്പത്തെ 3 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ 4 divided by 1 into 2 into 3 ഇങ്ങനെയാണ് വരിക അല്ലേ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. 2 4 8 അല്ലേ, 2 വരും. ഇനിയോ ഇവിടെയും 2 വരും. പിന്നെയോ 2 വരും. ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 2 into 2 into 5 into 2 ഇതാണ് വരിക. ദാറ്റ് ഈസ് 10 into 10 100 100 into 2 200 വേസ്. നമ്മുടെ ആൻസർ എന്താണ്? അതായത് 200 രീതിയിൽ നമുക്ക് ആ സെലക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് മൊത്തം അങ്ങനെ എഴുതാമെന്നൊന്നും എഴുതണമെന്നില്ല, ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി ഇത് ഇത്രയും ഇത് എഴുതുന്നതിന് പകരം ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് എഴുതിയിട്ട് നേരെ എഴുതിയാൽ മതി. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 6th പ്രോബ്ലം. A committee of 5 persons is to be formed from 7 men and 3 women. First question, find the number of ways to form the committee so that it contains 5 men. രണ്ടാമത്തത്, find the number of ways to form the committee so that it contains 4 men and 1 woman. Third question, find the number of ways to form the committee so that it contains at least 1 woman. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? എ കമ്മിറ്റി ഓഫ് 5 persons ഈസ് ടു ബി ഫോംഡ് ഫ്രം 7 men and 3 women. 7 മെന്നും 3 വുമണും ഉണ്ട്. അതിൽ നിന്ന് 5 ആൾക്കാർ ഇൻവോൾവ് ചെയ്തൊരു കമ്മിറ്റി ഉണ്ടാക്കണം. അത് എങ്ങനെയെന്ന് ചോദിച്ചിരിക്കുകയല്ല, അതിൽ കുറച്ച് ഭാഗങ്ങൾ, അത് സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ 10C5 എന്ന് എഴുതാം അല്ലേ. അവിടെ അതല്ല ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നിബന്ധന ഉണ്ട്. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ടു ഫോം ദി കമ്മിറ്റി സോ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് 5 men. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് 5 ആൾക്കാർ ഇൻവോൾവ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ തന്നെയാണ്. ആ കമ്മിറ്റിയുടെ സെലക്ഷന് 7 മെന്നും 3 വുമണുമാണ് മൊത്തം ഉള്ളത്. അതിൽ നിന്നാവണം. പക്ഷേ ആ 5 ആൾക്കാരും എന്തായിരിക്കണം? മെന്നായിരിക്കണം. നിർബന്ധമാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു സെലക്ഷൻ എങ്ങനെ നടത്താം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി 5 men ഇൻവോൾവ് ചെയ്ത ഒരു കമ്മിറ്റിയുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര മെൻ ഉണ്ട് നോക്കുക. എത്ര മെൻ ഉണ്ട്? 7 അല്ലേ. അപ്പോൾ 7C5 എന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് എഴുതാൻ നമുക്ക് എന്ത് എഴുതാം? 5 men ഇൻവോൾവ് ചെയ്ത ഒരു കമ്മിറ്റി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഏതൊക്കെ രീതിയിൽ സെലക്ഷൻ നടത്താം? 7C5. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ എന്താണ്? 7C5.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ആൻസർ, ദി കമ്മിറ്റി ഓഫ് 5 men അല്ലേ, 5 men can be selected equal to എത്ര രീതിയിലാണ്? 7 മെനിൽ നിന്നാണ് 5 മെനിൻ്റെ സെലക്ഷൻ. 7C5 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ കാണാം. 7 ഉൾപ്പെടെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 5 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ. 7 × 6 × 5 × 4 × 3 divided by 1 × 2 × 3 × 4 × 5. 4ഉം 5ഉം ക്യാൻസൽഡ് ആൻഡ് 3ഉം ക്യാൻസൽഡ്. ദെൻ 2ഉം 6ഉം വെട്ടി ചെറുതാക്കിയാൽ 3 ആയി. ആൻസർ 21 വേസ്. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസറായി അല്ലേ. അതായത് 5 men ഇൻവോൾവ് ചെയ്ത ഒരു കമ്മിറ്റി നമുക്ക് 21 വേസിൽ സെലക്ട് ചെയ്യാം എന്നർത്ഥം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, രണ്ടാമത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? അവിടെ നമ്മൾ 5 ആൾക്കാരെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഫ്രം 7 men and 3 women. അതന്നെയാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ടു ഫോം ദി കമ്മിറ്റി സോ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് 4 men and 1 woman. അതായത് 5 ആൾക്കാരുടെ സെലക്ഷൻ തന്നെയാണ്. പക്ഷെ അതിൽ കൃത്യമായിട്ട് 4 മെന്നും 1 വുമണും ഉണ്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നടത്താം? 4ഉം 1ഉം 5 ആയല്ലോ. 5 ആൾക്കാരുടെ കമ്മിറ്റി തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ 4 പേർ മെന്നായിരിക്കണം, 1 വുമൺ ആയിരിക്കണം. ആക്ച്വലി 4 men സെലക്ഷൻ എന്ന് പറയുന്നത് ഫ്രം 7 men ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് 7C4 എന്ന് എഴുതാം. ശരിയല്ലേ? ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു എഴുതാം. 1 woman ഫ്രം 3 women ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 3C1 എഴുതാം. അപ്പോൾ ആൻസറായി. എന്താ കിട്ടുക? 7C4 × 3C1. അത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ആൻസർ? ദി നമ്പർ ഓഫ് വേസ് ടു ഫോം ദി കമ്മിറ്റി ഓഫ് 4 men and 1 woman ഈക്വൽ ടു അല്ലേ. എന്താണ്? ദി നമ്പർ ഓഫ് ways to form the committee of 4 men and 1 woman and 1 woman ഈക്വൽ ടു. അതായത് ഏതൊക്കെ രീതിയിൽ നമുക്കൊരു കമ്മിറ്റി 4 മെന്നും 1 വുമണും ഇൻക്ലൂഡ് ചെയ്ത കമ്മിറ്റി നമുക്ക് എത്ര രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും? എത്ര രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും? 4 men ഫ്രം 7 men ആണ്. that becomes 7C4 ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു 3 വുമണിൽ നിന്ന് 1 വുമൺ. അതെങ്ങനെ എഴുതാം? 3C1 അല്ലേ. ഇനി ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി. എങ്ങനെ? 7C4 ആണ്. 7 ഉൾപ്പെടെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 4 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ. 7 × 6 × 5 × 4 divided by 1 × 2 × 3 × 4 into 3C1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെയാണ് അല്ലേ. 3 തന്നെയാണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടൊക്കെ ക്യാൻസൽ ചെയ്യാം. ദാ 4 then 2 × 3 6 ക്യാൻസൽഡ്. അപ്പോൾ ഡിനോമിനേറ്റർ ഒന്നുമില്ല. ഇനി ബാക്കി 7 × 5 × 3 7 × 5 × 3 that is equal to 35 × 3 that is equal to 105 വേസിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് 4 മെന്നും 1 വുമണും ഇൻവോൾവ് ചെയ്ത കമ്മിറ്റി എത്ര രീതിയിൽ ഉണ്ടാക്കാം? 105 വേസിൽ ഉണ്ടാക്കാം. ക്ലിയർ? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ടു ഫോം ദി കമ്മിറ്റി സോ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്തുതന്നെയാണ്? കമ്മിറ്റി 5 ആൾക്കാർ ഇൻവോൾവ് ചെയ്തൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേക നിബന്ധന കൂടെ ഉണ്ട്. എന്താണ്? ആ കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ ഉണ്ടായിരിക്കണം. അതായത് കുറഞ്ഞത് 1 വുമൺ എങ്കിലും വേണം.
കൂടിയത് എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ അത് ഒത്തിരി കൂടി പോകുന്നില്ല. കാരണം എന്താ, മാക്സിമം 3 വുമണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മീനിങ് മനസ്സിലാവണം. അതിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ മിനിമം 1 വുമൺ ആവാം, അതിൽ കൂടാം. പക്ഷേ ഇവിടെ നമുക്ക് മാക്സിമം 3 വുമണേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ചാൻസുകൾ എന്തൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് വുമൺ എന്ന് പറഞ്ഞാൽ 1 വുമൺ ആവാം, ബാക്കി മൊത്തം 5 ആൾക്കാർ ഇൻവോൾവ് ചെയ്ത കമ്മിറ്റിയല്ലേ ഉണ്ടാക്കുന്നത്. 1 വുമൺ ആണെങ്കിൽ ബാക്കി 4 മെൻ ആയിരിക്കും. അതാണ് ഒരു ചാൻസ്, ഒരു സെലക്ഷൻ അങ്ങനെയാണ് വരിക. അല്ലെങ്കിലോ 2 വുമണും ബാക്കി 3 മെൻ ആവാം. അല്ലെങ്കിലോ 3 വുമണും ബാക്കി 2 എന്താവാം? മെൻ ആവാം. ഇതാണ് ഇവിടെ വരുന്ന ഒരു സെലക്ഷൻ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്നാ പറഞ്ഞേ? അപ്പം ഇവിടെ നമുക്ക് വരാവുന്നത് 1 വുമൺ ആവാം അല്ലേ? 1 വുമൺ, പിന്നെയോ 2 വുമൺ ആവാം, 2 വുമൻ ആവാം, 3 വുമൻ ആവാം അല്ലേ? 3 ഇതാണ് മാക്സിമം. 3 വുമണേ ഉള്ളൂ. ഇനി 5 ആൾക്കാരുടെ ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിലുള്ള നിബന്ധന ഇതാണ്, 1 വുമൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി 4 എന്തായിരിക്കും? മെന്നായിരിക്കും. അപ്പം അതാണ് ഒരു ചാൻസ്. ഇതല്ലെങ്കിൽ ഓറാണ് കേട്ടോ, ഓറാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ആവാം, അല്ലെങ്കിൽ 2 വുമൺ, അല്ലെങ്കിൽ 3 വുമൺ. അപ്പോൾ ഓറാണ്, ഇത് മനസ്സിലാക്കുക. 2 വുമൺ ആണെങ്കിൽ ആൻഡ് മൊത്തം 5 ആൾക്കാരുടെ കമ്മിറ്റി അല്ലേ? അപ്പം 2 വുമൺ ആണെങ്കിൽ 3 എന്തായിരിക്കും? 3 മെന്നായിരിക്കും. ഓർ അല്ലെങ്കിൽ 3 വുമൺ ആണെങ്കിൽ ആൻഡ് 2 മെൻ ആയിരിക്കും അല്ലേ? മൊത്തം 5 ആൾക്കാരുടെ കമ്മിറ്റി അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ചാൻസ്. ഇതൊക്കെ ഓറാണ്. ഓറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓറാണെങ്കിൽ നമ്മൾ ഏത് ചിഹ്നം ഉപയോഗിക്കുക? പ്ലസ് ചിഹ്നമാണ് ഉപയോഗിക്കുക. അപ്പം ഇതൊന്ന് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് ചേർത്ത് എഴുതി വെക്കാം. 1 വുമൺ ആൻഡ് 4 വുമൺ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 1 വുമൺ ഫ്രം 3 വുമൺ അല്ലേ? ദാറ്റ് becomes 3C1 അല്ലേ? 1 വുമണ് 3 വുമൺ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 3C1. ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു 4 men from 7 men, that is 7C4 ways. ഓറാണെങ്കിൽ പ്ലസ് ആണ് കേട്ടോ, അത് പിന്നെ എഴുതാം. 2 വുമൺ ആൻഡ് 3 men, 2 വുമൺ ഫ്രം 3 വുമൺ, അത് നമുക്ക് എങ്ങനെ എഴുതാം? 3C2 and means into 3 men from 7 men, that is 7C3. Next one, 3 women and 2 men, 3 women from 3 women, that become 3C3 into and ആയതുകൊണ്ട് into 2 men from 7 men, that becomes 7C2. ഇതാണ്, ഇതൊക്കെ ഓറാണ് വരിക. ഇതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഇത്, ഇങ്ങനെയാണ്. ഓറാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് കൊടുക്കണം എന്നാണ്? പ്ലസ് കൊടുക്കണം. പ്ലസ് ദിസ് പ്ലസ് ഇത് 3 കൂടെ കൂട്ടിയാൽ ആൻസറായി. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. എങ്ങനെ എഴുതാം? ദി നമ്പർ ഓഫ് വേസ് ടു ഫോം ദി കമ്മിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 1 വുമൺ എഴുതാം. ദി നമ്പർ of ways to form the committee with at least 1 woman equal to എങ്ങനെയൊക്കെയാ അപ്പം നമ്മൾ എഴുതിയത്? 1 woman means from 3 women, 3C1 into അല്ലേ? 3C1 into ബാക്കി 4 men from 7 men, 7C4 പ്ലസ് മറക്കരുത്, ഓറായതുകൊണ്ട് പ്ലസ്, ആൻഡ് ആണെങ്കിൽ ഇൻറ്റു. ദെൻ 2 വുമൺ ആണ് ഫ്രം 3 വുമൺ, 3C2. ദെൻ 3 men from 7 men, 7C3 പ്ലസ്
then 3 women from 3 women, that is a 3C3 into then 2 men from 7 men, that becomes 7C2. ഇതെങ്ങനെയാണ് നമ്മൾ വാല്യൂ കാണുക? 3C1 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, 3 തന്നെയാണ്. 3 into 7C4 എങ്ങനെയാണ്? 7 ഉൾപ്പെടെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 4 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ. 7 into 6 into 5 into 4 divided by 1 into 2 into 3 into 4 plus 3C2 എങ്ങനെ കാണാം? 3 into 2 divided by 1 into 2 into 7C3 നമുക്ക് എങ്ങനെ കാണാം? 7 into 6 into 5 divided by 1 into 2 into 3 plus 3C3 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് NCN 1 ആണ്, 3C3 1 ആണ്. 1 into 7C2 എങ്ങനെ കാണാം? 7 into 6 divided by 1 into 2. ഓക്കെ, ക്ലിയർ? ഇനി ഇത് വെട്ടി ചെറുതാക്കി ഇതിൻ്റെ വാല്യൂ കാണുക. കണ്ടു കഴിഞ്ഞാൽ നമുക്കിതാ 6ഉം 6ഉം ക്യാൻസൽ, 4ഉം 4ഉം ക്യാൻസൽ, then 2ഉം 2ഉം ക്യാൻസൽ, then 2 into 3 6 ക്യാൻസൽ, then 2ഉം 6ഉം വെട്ടിച്ചെറുതാക്കിയാൽ 3 ആയി മാറി. then നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് എഴുതി നോക്കാം. ടോട്ടൽ എത്ര വേസിൽ നമുക്ക് ചെയ്യാം? 3 അതുപോലെ തന്നെ എഴുതിക്കോളൂ, കാരണം ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. 3 into ഇവിടെ ഗുണിച്ചെഴുതുക. ഇവിടെ എന്താ വരിക? 7 into 5 എന്ന് മാത്രമേ വരുള്ളൂ അല്ലേ, 35 എന്നേ വരുള്ളൂ. പ്ലസ് ഇവിടെ 3 മാത്രം, 3 ഇൻറ്റു ഇവിടെയോ 7 into 5 35 പ്ലസ് 1 into 7 into 3 21. ഇങ്ങനെയാണ് വരിക. ഇവിടെ 105 plus ഇതും 105 plus 21, that is equal to 210 231. 231 വേസിൽ നമുക്ക് ഈ ഒരു സെലക്ഷൻ നടത്താം എന്നാണ് പറഞ്ഞത് അല്ലേ. ആദ്യം നമ്മൾ മദർ എന്നുള്ള വേർഡ് എഴുതിയിടുക. മദർ എന്നുള്ള വേർഡ് എഴുതിയിട്ടു. ഇനി നമ്മൾ ഈ ലെറ്റേഴ്സിൽ ആദ്യം വരുന്ന ലെറ്ററിന് 1 എന്ന് കൊടുക്കുക, പിന്നെ വരുന്ന ലെറ്ററിന് 2 എന്ന് കൊടുക്കുക. അപ്പം ഇതിൽ ആദ്യം വരുന്ന ലെറ്റർ ഏതാ? ഇ ആണ് അല്ലേ, അതിന് 1 എന്ന് കൊടുത്തു. ഇ കഴിഞ്ഞാൽ FGH അല്ലേ, H അല്ലേ 2, H2, HIJKLM 3, M കഴിഞ്ഞാൽ NO 4, PQR അല്ലേ 6 അല്ലേ 5, ST അല്ലേ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ലെറ്റേഴ്സ് നമ്മളൊക്കെ മാർക്ക് ചെയ്തു. ശരി, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ലെറ്റർ എടുക്കുക. ഈ ലെറ്ററിൻ്റെ താഴെ ഇതിൻ്റെ ഇത് സംഖ്യ ഏതാ? 3 ആണ്. 3ൻ്റെ റൈറ്റ് സൈഡിൽ 3നേക്കാൾ എത്ര ചെറിയ സംഖ്യകളുണ്ട് നോക്കുക, ആ എണ്ണം എഴുതുക. 3നേക്കാൾ ചെറുത് 4 അല്ലല്ലോ, 6 അല്ല, 2ഉം 1ഉം 3നേക്കാൾ ചെറുതാണ്. അതായത് ഈ അപ്പോൾ എത്ര സംഖ്യകളുണ്ട്? 1 H 3 E അല്ലേ. 2ഉം 1ഉം 3നേക്കാൾ ചെറുതാണ്. അപ്പോൾ 2, ഇത്1 ഇത് 2, അങ്ങനെ 2 സംഖ്യകളുണ്ട്. അപ്പോൾ ആ 2 എന്ന് എഴുതുക എമ്മിൻ്റെ ചോടെ. അടുത്തത് റൈറ്റ് സൈഡത്തെ സംഖ്യകൾ മാത്രമേ എഴുതാവൂ, ലെഫ്റ്റത്തെ എഴുതരുത്. പിന്നെ 4 എന്ന് പറയുന്ന സംഖ്യനേക്കാൾ ചെറിയ സംഖ്യകൾ റൈറ്റ് സൈഡിൽ ഏതൊക്കെ വരിക? 4നേക്കാൾ ചെറുത് 2ഉം 1ഉം, അങ്ങനെ 2 സംഖ്യകളുണ്ട് അല്ലേ. ഇത്1 ഇത് 2, അങ്ങനെ 2 സംഖ്യകൾ. അപ്പം ഈ ഓൻ്റെ ചോട്ടിൽ വീണ്ടും എന്ത് എഴുതുക? 2 എന്ന് എഴുതുക. ഇനി അടുത്ത സംഖ്യയാണ് 6. റൈറ്റ് സൈഡിൽ 6നേക്കാൾ ചെറിയ എത്ര സംഖ്യകളുണ്ട്? 1 2 3 സംഖ്യകളുണ്ട്. അപ്പം ഇതിൻ്റെ ചോട്ടിൽ 3 എന്ന് എഴുതുക. അടുത്ത ഇതെടുക്കുക, സംഖ്യ എടുക്കുക 2. 2നേക്കാൾ എത്ര ചെറിയ സംഖ്യകൾ റൈറ്റ് സൈഡിലുണ്ട്? 1. 2നേക്കാൾ ചെറുത് ഏതാണ്? 1. ആ 1 എഴുതുക. പിന്നെ 1നേക്കാൾ ചെറുത് 1ൻ്റെ റൈറ്റ് സൈഡിൽ എത്ര സംഖ്യകളുണ്ട്? 5 ചെറുതല്ലല്ലോ, അപ്പോൾ ഒരു സംഖ്യയും ഇല്ല. അപ്പോൾ 0 എന്ന് എഴുതുക. പിന്നെ അടുത്ത സംഖ്യ എടുക്കുക 5. 5നേക്കാൾ ചെറിയ സംഖ്യകൾ റൈറ്റ് സൈഡിലുണ്ടോ? ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതുക. 3 എഴുതാം.
പഠിച്ചല്ലോ. ഇനി നമ്മൾ തിരിച്ചെഴുതാൻ പോവുകയാണ്. എങ്ങനെ വെച്ചാൽ ഇതിന് തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അടുത്ത് എഴുതുന്നത് 0 ഫാക്ടോറിയൽ കൊടുക്കുക, 1 ഫാക്ടോറിയൽ കൊടുക്കുക, 2 ഫാക്ടോറിയൽ കൊടുക്കുക, 3 ഫാക്ടോറിയൽ കൊടുക്കുക, 4 ഫാക്ടോറിയൽ കൊടുക്കുക, 5 ഫാക്ടോറിയൽ കൊടുക്കുക. ഇങ്ങനെ തന്നെയാണ് ഏതൊരു വേർഡിൻ്റെയും റാങ്ക് കാണാൻ ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്ത ആ വിലകൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം. 0 × 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0 × 1 0, 0 പ്ലസ് ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിനോടുകൂടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് കൂട്ടുക, അതിനോടുകൂടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുക, അതിനോടുകൂടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുക, അതിനോടുകൂടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുക, അതിനോടുകൂടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 0 കിട്ടി. 0 × 1 ഫാക്ടോറിയൽ മീൻസ് 0 × 1 0 പ്ലസ് 1 × 2 ഫാക്ടോറിയൽ. ആക്ച്വലി എന്താ 2 ഫാക്ടോറിയൽ? 1 × 2 അല്ലേ? അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2. പിന്നെ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഫാക്ടോറിയൽ 1 × 2 × 3 ആണ്, 6 ആണ് വരിക അല്ലേ? അപ്പോൾ 3 × 6 വരും. 3 × 6 അത് അതുപോലെ എഴുതി. പിന്നെ 2 × 4 ഫാക്ടോറിയൽ. എന്താണ് 4 ഫാക്ടോറിയൽ? 1 × 2 × 3 × 4 അല്ലേ? അപ്പോൾ എത്ര വരും? 24 വരും. അപ്പോൾ നമുക്ക് 2 × 24 എന്ന് വരും. പ്ലസ് 2 × 5 ഫാക്ടോറിയൽ എന്ത് വരും? 5 ഫാക്ടോറിയൽ എന്നാൽ 1 × 2 × 3 × 4 × 5 അല്ലേ? 20 × 3 60, 60 × 2 140 വരും. അപ്പോൾ 2 × 140 വരും. 2 × 140 അല്ലേ? ശരിയല്ലേ? ആക്ച്വലി 20, 60, 60 × 2 120 ആണ്, 140 അല്ല 120. ഇനി ഇത് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 0 + 0 + 2 + 3 × 6 2 + 18 plus 2 × 24 48 plus 2 × 120 240. ഇത് വാല്യൂ എന്ത് കിട്ടും? 240 + 48 288 അല്ലേ? 288 + 8 296, then 306 308 വരും അല്ലേ? 308 എന്നാണ് കിട്ടുക. 308 ആണ് കിട്ടുന്നതെങ്കിൽ അതിനേക്കായി 1 കൂട്ടുക. ഓക്കെ, 308 + 1 കൂട്ടുക. അതായത് ഈ മദർ എന്ന് പറയുന്ന വേർഡ് ഡിക്ഷണറിയിൽ 309th വേർഡായിരിക്കും, 309ാമത്തെ വേർഡായിരിക്കും. അപ്പം നമുക്ക് എഴുതാം therefore rank of the word mother is 309. അതായത് ഡിക്ഷണറിയിൽ 309ാമത്തെ വേർഡായിരിക്കും ഏത്? മദർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ?